മനുഷ്യരെ നശിപ്പിക്കുന്നതിന് ഇന്ന് വരെ പ്രയോഗിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നാശം വരുത്തിയ ആയുധം ഏത്? അണുബോംബ് അഥവാ ആറ്റം ബോംബ്. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന ഹിരോഷിമ ദിന ക്വിസിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. LP UP വിഭാഗങ്ങളിലേക്ക് അനുയോജ്യമായ ഈ ക്വിസ് കാണുക. സ്വാഗതം. ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ലോകത്ത് ആദ്യമായി അണുബോംബിട്ട ജനങ്ങൾ വസിക്കുന്ന പ്രദേശമേതാണ്? ഹിരോഷിമ പട്ടണം. ഹിരോഷിമ നഗരത്തിൽ അണുബോംബിട്ട രാജ്യം ഏതാണ്? അമേരിക്കയാണ് അണുബോംബിട്ടത്. അമേരിക്ക എന്നാണ് ഹിരോഷിമ നഗരത്തിൽ അണുബോംബിട്ടത്? 1945 ആഗസ്റ്റ് 6-ന്. അമേരിക്ക രണ്ടാമത് ഏത് നഗരത്തിലാണ് അണുബോംബിട്ടത്? നാഗസാക്കി പട്ടണം. നാഗസാക്കി പട്ടണത്തിൽ അണുബോംബിട്ടത് എന്നാണ്? 1945 ആഗസ്റ്റ് 9-ന്. ഏതു രാജ്യത്താണ് ഹിരോഷിമ, നാഗസാക്കി പട്ടണങ്ങൾ? ജപ്പാൻ എന്ന രാജ്യത്തെ നഗരങ്ങളാണ് ഹിരോഷിമയും നാഗസാക്കിയും. ഏത് യുദ്ധത്തിൽ ജപ്പാനെ തോൽപ്പിക്കാനാണ് അമേരിക്ക അവിടത്തെ നഗരങ്ങളിൽ അണുബോംബിട്ടത്? രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനെ തോൽപ്പിക്കാൻ. ഹിരോഷിമയിലിട്ട അണുബോംബിന് നൽകിയ പേര് എന്താണ്? ലിറ്റിൽ ബോയ് എന്നാണ് ഹിരോഷിമയിലിട്ട അണുബോംബിന്റെ പേര്. ഹിരോഷിമ പട്ടണത്തിൽ അണുബോംബിടാൻ ഉപയോഗിച്ച വിമാനത്തിന്റെ പേര്? എനോളഗെ എന്നാണ് ആ യുദ്ധവിമാനത്തിന്റെ പേര്. ഹിരോഷിമ പട്ടണത്തിൽ അണുബോംബിടാൻ ഉപയോഗിച്ച വിമാന പൈലറ്റിന്റെ പേര്? പോൾ W. ടിബറ്റ്സ്. നാഗസാക്കിയിൽ അണുബോംബിട്ട വിമാനത്തിന്റെ പേര്? ബോക്സ്കാർ എന്നാണ് ഈ വിമാനത്തിന്റെ പേര്. നാഗസാക്കിയിൽ അണുബോംബിട്ട വിമാന പൈലറ്റിന്റെ പേര്? മേജർ സ്വീനി എന്നാണ് പൈലറ്റിന്റെ പേര്. ഹിരോഷിമയിൽ എത്ര മണി സമയത്താണ് അണുബോംബിട്ടത്? രാവിലെ 8:15 ആയപ്പോൾ. നാഗസാക്കിയിൽ എത്ര മണി സമയത്താണ് അണുബോംബിട്ടത്? നാഗസാക്കിയിൽ രാവിലെ 11:02 ആയപ്പോഴാണ് അണുബോംബിട്ടത്. അണുബോംബിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നത് ആര്? അണുബോംബിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നത് റോബർട്ട് ഓപ്പൺഹീമർ. ആദ്യത്തെ അണുബോംബ് പരീക്ഷണം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ട്രിനിറ്റി എന്ന പേരിൽ. ഹിരോഷിമയിലെ ബോംബിൽ നിന്നുള്ള അണുപ്രസരണം കാരണം രക്താർബുദം ബാധിച്ചപ്പോൾ രോഗം മാറാൻ ആശുപത്രി കിടക്കയിൽ വെച്ച് കടലാസ് കൊണ്ട് വെള്ളക്കൊക്കുകൾ നിർമ്മിച്ച പെൺകുട്ടി. അവൾ നിർമ്മിച്ച കടലാസ് വെള്ളക്കൊക്കുകളും അവളുടെ പേരും ലോകം മുഴുവൻ അറിയപ്പെട്ടു. എന്താണ് അവളുടെ പേര്? സഡാക്കോ സസാക്കി. അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവരെ ജപ്പാൻകാർ പറയുന്ന പേര്? ഹിബാക്കുഷ എന്നാണ് പറയുന്നത്. സ്ഫോടനത്തിൽ തകർന്നുപോയ ഹിരോഷിമ നഗരം ജപ്പാൻകാർ എത്ര കൊല്ലം കൊണ്ട് വീണ്ടും നിർമ്മിച്ചു? 2 വർഷം. വെറും 2 വർഷം കൊണ്ട്. ശാസ്ത്രം ജനനന്മയ്ക്കാവട്ടെ. സബ്സ്ക്രൈബ് ചെയ്യൂ. രണ്ടാം ലോക യുദ്ധശേഷം നിലവിൽ വന്ന ലോക രാജ്യങ്ങളുടെ കൂട്ടായ്മയുടെ പേര് എന്താണ്? ഐക്യരാഷ്ട്രസഭ. അണുബോംബ് പോലെ നശിപ്പിക്കാനല്ലാതെ അണുശക്തി ഏതൊക്കെ പ്രധാന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും? അണുശക്തി ചികിത്സ, വൈദ്യുതോൽപാദനം എന്നിവയ്ക്ക് ഉപയോഗിക്കാനാവും.
ഇന്ത്യ ഏത് വർഷമാണ് അണുശക്തി പരീക്ഷണം നടത്തിയത്? 1974 മെയ്യിലാണ് ഇന്ത്യ അണുപരീക്ഷണം നടത്തിയത്. ഇന്ത്യ 1974 ആണവ പരീക്ഷണം നടത്തിയപ്പോൾ പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയായിരുന്നു അന്ന് പ്രധാനമന്ത്രി. ഇന്ത്യ ഏതു കാര്യത്തിന് വേണ്ടി മാത്രം ആണവശക്തി ഉപയോഗിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രം. ചികിത്സ, വൈദ്യുതോൽപാദനം പോലുള്ള സമാധാനപരമായ ആവശ്യങ്ങൾക്ക്. ഇന്ത്യ രണ്ടാമത് ആണവശക്തി പരീക്ഷണം നടത്തിയ വർഷം 1998 മെയ് മാസം. ഇന്ത്യ രണ്ടാമത് അണുശക്തി പരീക്ഷണം നടത്തിയപ്പോൾ പ്രധാനമന്ത്രി ആര്? അടൽ ബിഹാരി വാജ്പേയി. അടൽ ബിഹാരി വാജ്പേയി. ഇന്ത്യ 2 തവണ അണുശക്തി പരീക്ഷണം നടത്തിയ പൊഖ്റാൻ എന്ന സ്ഥലം ഏതു സംസ്ഥാനത്താണ്? പൊഖ്റാൻ രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ സംസ്ഥാനത്ത്. ആണവ സ്ഫോടനം ഉണ്ടായപ്പോൾ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉയർന്നു പൊങ്ങിയ പുകയുടെ മേഘപടലങ്ങൾക്ക് എന്തിന്റെ ആകൃതിയായിരുന്നു ഉണ്ടായിരുന്നത്? കൂണിന്റെ ആകൃതിയിലാണ്. ആണവ സ്ഫോടനത്തെ തുടർന്നുണ്ടായ ശക്തമായ പുകപടലങ്ങൾ, പൊടി ഒക്കെ ചേർന്ന് കൂണിന്റെ ആകൃതിയിലാണ് കാണപ്പെട്ടത്. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വിജ്ഞാനപ്രദമായ വീഡിയോയിൽ കാണാം.